ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്ത അയാളെ ആ വല്യമ്മാവനെ ഒന്ന് പ്രീതിപ്പെടുത്തണം. പിന്നെ പിന്നെ പതുക്കെ ഇതങ്ങ് വിഴുങ്ങണം. വെറും അമ്മയല്ല, പെറ്റമ്മ. എടി, ഞാൻ പിന്നെ നിന്റെ പോറ്റമ്മയാണോ? എന്നെ കാണുമ്പോ നിനക്ക് സന്തോഷമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. അത് പിന്നെ എന്റെ ചക്കര അമ്മ എപ്പോഴും കണ്ടോണ്ടിരിക്കല്ലേ. ജേട്ടന്റെ വീട് പണി തീരല്ലേ തീരല്ലേ എന്നാ ഞാൻ ഏതു നേരവും പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്. അത് ജയന്റെ വീട് മാത്രമല്ലല്ലോ, നിന്റെ കൂടെ വീടല്ലേ. വേഗം തീർത്തു തരാനല്ലേ പ്രാർത്ഥിക്കണ്ടേ? വീട് പണി തീർന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോണ്ടേ. അപ്പൊ പിന്നെ എനിക്ക് അമ്മ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. ഏത് തരം സോപ്പാടി നീ എനിക്കിട്ട് പതപ്പിക്കുന്നേ? നല്ല പതയുള്ള സോപ്പാണല്ലോ. ആഹാ, എന്ത് തമാശയാ? ഞാനും കൂടി കേക്കട്ടെ. ഇത് തമാശയൊന്നുമല്ല മോളെ. ഒരു പുതിയ തരം സോപ്പ് മാർക്കറ്റിൽ ഇറങ്ങി, പ്രിയ സോപ്പ്. എന്ത്? അമ്മ ദേ, നീ ഇങ്ങോട്ട് നോക്കടി. എന്റെ മോളുടെ മുഖത്തെ വെട്ടം കണ്ടോ? എത്ര പോറ്റമ്മമാര് പോറ്റിയാലും പെറ്റമ്മയാവില്ലെന്ന് പഴമക്കാര് പറയുന്ന കേട്ടിട്ടില്ലേ? അതാണ് അമ്മ. അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഞാൻ ശരിക്കും അറിഞ്ഞിട്ടില്ലായിരുന്നു രാധമ്മേ. അത് കുറച്ചെങ്കിലും കിട്ടിയത് യാമിനി ചെറിയമ്മയുടെ എന്നും പിന്നീട് ഈ രാധമ്മയുടെ എന്നോ. ഒടുവിൽ അമ്മയോട് ചേർന്നിരുന്നപ്പോഴും ആ മടിയില് കിടന്നപ്പോഴും അല്ലേ അമ്മ എന്ന ഫീലിങ്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. കോടീശ്വരിയായ ഒരു രാജകുമാരിയാ എന്റെ അമ്മ. പക്ഷെ എന്റെ അമ്മ ഇപ്പൊ ജീവിക്കുന്നത് ദരിദ്രയായ ഒരു സ്ത്രീയെ പോലെയാ. അധികാരവും സമ്പത്തും ഒന്നും എന്റെ അമ്മയെ മോഹിപ്പിച്ചിട്ടില്ല. മോളെ, എനിക്ക് പത്മാവതി മേഡത്തിനൊന്ന് കാണണം. സത്യം പറഞ്ഞ അവരൊരു ദേവിയാ. ആ ദേവിയെ തൊഴുവാനാ കാണണമെന്ന് പറഞ്ഞത്. അതിനെന്താ, കാണാലോ. മോളുടെ അമ്മയെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. ക്ഷണിച്ച അമ്മ വരുമല്ലോ അല്ലേ? അതെന്ത് ചോദ്യ പ്രിയജി? എന്റെ അമ്മ ഒരു പാവ. വിളിച്ച അപ്പൊ തന്നെ സന്തോഷത്തോടെ ഓടി വരും. എന്നാ പിന്നെ രാജുമോനോട് പറഞ്ഞാ മതി, അവൻ പോയി പത്മാവതി മേഡത്തിനെ കൂട്ടിക്കൊണ്ടുവരും. അമ്മേ, എന്താ? ആ മൂട്ട എവിടെ ഉരുണ്ടുരുണ്ട് നടക്കൂല്ലേ, മുണ്ടക്കൽ കൊച്ചമണി. ശരിയാണല്ലോ, അവരുടെ കാര്യം ഞാൻ മറന്നുപോയി. ആ നാശം ഇവിടെ ഉള്ളപ്പോ പത്മാവതി മേഡത്തിനെ ഇങ്ങോട്ട് വിളിക്കണ്ട. അവര് അംബികയുടെ ഏജന്റ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഞാൻ അമ്മനെ വിളിക്കട്ടെ. മോളെ, അമ്മ അമ്മ എന്തെടുക്കുക? ഞാൻ എന്ത് ചെയ്യാനാ മോളെ, ഞാനിവിടെ എന്റെ ജോലികളായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ നിന്നെ ഇങ്ങനെ ഓർത്തോണ്ട് ഇതെല്ലാം ചെയ്യുന്ന. ഞാനിവിടെ രാധമ്മയായും പ്രിയച്ചിയായും അമ്മയുടെ കാര്യം സംസാരിക്കുകയായിരുന്നു. ആഹാ, ഇവർക്ക് രണ്ടുപേർക്കും അമ്മയെ കാണണമെന്ന്. അതിനെന്താ മോളെ, നമുക്ക് കാണാലോ. എനിക്കും അവരെ കാണണമെന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്നാ ഇവരുടെ അഭിപ്രായം. ഇതിനകത്ത് ആ അംബികയുടെ ഏജന്റ് ഉണ്ട്. പൊന്നുമോളെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ട. നിനക്കും രാജുവിനും കുഴപ്പം വരുന്ന ഒരു കാര്യവും തൽക്കാലം വേണ്ട. എല്ലാവർക്കും പരസ്പരം കണ്ടുമുട്ടാനും സ്നേഹിക്കാനുള്ള അവസരം ദൈവമായിട്ടുണ്ടാക്കി തരും. അതുവരെ കാത്തിരിക്കാം. ശരി അമ്മേ, ഞാൻ രാധമ്മയ്ക്ക് ഫോൺ കൊടുക്കട്ടെ? ഇപ്പൊ വേണ്ട മോളെ. രാധമ്മ എനിക്ക് നേരിട്ട് തന്നെ കാണണം. എന്റെ മോളുടെ മറ്റൊരമ്മയല്ലേ.
ഞാൻ കണ്ടോളാം. അത് മതി. ശരി അമ്മേ. അമ്മയ്ക്കും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം. പക്ഷെ എന്താ ചെയ്യാ? ഈ വൃത്തികെട്ട തള്ള എവിടുന്ന് പുകച്ച് ചാടിക്കാൻ എന്താ അമ്മ ഒരു വഴി? അത് ഉടുമ്പിന്റെ ജന്മം മോളെ, പിടിവിടില്ല. ഋതുമോളെ, എന്താ ചേച്ചി? വർമ്മ സാറും മോളുടെ അമ്മയും എന്നെങ്കിലും ഒന്നാവോ? ആ ഒരു നല്ല കാഴ്ച നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? അതിന് പോസിബിലിറ്റി തീരെ കുറവാ പ്രിയച്ചി. അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമൊക്കെ തന്നെയാ. പക്ഷെ മുറിവേറ്റ മനസ്സല്ലേ അമ്മയുടേത്. തിരുത്താൻ തയ്യാറാകാത്ത തെറ്റിദ്ധാരണകളാ അച്ഛന്. എന്ത് ചെയ്യാൻ പറ്റും? ഏയ്, ഇതൊന്നും വേണ്ട. ആദ്യം ഇവിടെ ഇരുന്നൊന്ന് ഷൈൻ ചെയ്യണം. എന്നിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്ത അയാളെ, ആ വല്യമ്മാവനെ ഒന്ന് പ്രീതിപ്പെടുത്തണം. പിന്നെ പിന്നെ പതുക്കെ ഇതങ്ങ് വിഴുങ്ങണം. May I come in, sir? Yes, come in. Please sit down, Rashmi. Thank you, sir. ഇനി വന്ന കാര്യം പറയൂ. ഞാൻ ഈ ഫയല് സബ്മിറ്റ് ചെയ്യാൻ വന്നതാണ് സർ. ഇത് ഇത് AC മെയിൻ്റനൻസ് വർക്കിന്റെ പുതിയ പ്രോജക്ട് ഫയലാണ് സർ. വെരി ഗുഡ്. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. സാറിന് വേണമെങ്കിൽ മനസ്സിലാക്കാനായി ഞാനൊരു ഡെമോ അവതരിപ്പിക്കാം. വരട്ടെ. ആദ്യം ഞാനിതൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. ഓക്കെ സർ. അതെന്ത് പോക്കാന്നേ? രശ്മി ഇരിക്കേ, നമുക്ക് വല്ലതൊക്കെ സംസാരിച്ചിരിക്കാം. എന്ത് സംസാരിച്ചിരിക്കാനാ സർ? എനിക്ക് ഈ അതിസുന്ദരികളായ യുവതികളോട് സംസാരിച്ചിരിക്കാൻ വലിയ ഇഷ്ട. അതെനിക്ക് മനസ്സിലായി സർ. എങ്ങനെ മനസ്സിലായി? സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് പുരുഷന്മാരുടെ വാക്കുകളിലല്ല സർ, അവരുടെ കണ്ണുകളിലാണ്. ഓ ഫൈൻ, യു ആർ വെരി ഇന്റലിജന്റ്. അല്ല, ലക്ഷ്മി താമസിക്കുന്ന എവിടെയാ? ഒരു വാതിൽ കോട്ടെ. അകലെ